ഈ അൻസിബ ഹസൻ അഡ്മിനാക്കിയത് അൻസിബയ്ക്ക് എല്ലാ നമ്പരും അറിയാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അഡ്വോക്കിലും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് അത് ഞാൻ അൻസിബ അങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ നവ്യ നായരെ കൂടെ അതിനകത്തേക്ക് അഡ്മിനാക്കി. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നവ്യ നായരെ നമ്മൾ ഇലക്ഷൻ നിർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നവ്യ മത്സരിക്കണം, അതൊക്കെ അവരുടെ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുമില്ലല്ലോ. ഇപ്പം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് അതിന് നവ്യക്ക് മത്സരിക്കട്ടെ, എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ശ്വേത ഇപ്പോൾ ഈ ഐക്യകണ്ഠേന ജഗദീഷ് ചേട്ടൻ പിന്മാറി ശ്വേത ഈ സംഘടന നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ ശ്വേതയെ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്വേതയോട് എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷേ ശ്വേതയുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്വേത പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അത് അമ്മയിലെ അംഗങ്ങളും അറിയട്ടെ, നിങ്ങളിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, അറിയട്ടെ. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ശ്വേത പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ചുക്കുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ശ്വേത എന്നോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ശ്വേത പറഞ്ഞത്, ഞാൻ മമ്മൂക്കായും ലാലേട്ടനുമില്ലെങ്കിൽ ഈ സംഘടന നിലനിൽക്കത്തില്ല. സത്യമാണ്. അതിൻ്റെ കൂടെ ഇടവേള ബാബു ചേട്ടന് കൂടെ കസേരയിൽ വന്നിരുന്നാൽ മാത്രമേ ഈ സംഘടന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 16-ാം തീയതി സംഘടന ഉണ്ടാവില്ല എന്നാണ് ശ്വേത പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. ആ 2 പോയിന്റാണ് ശ്വേത പറഞ്ഞത്. അത് പിന്നെ തീരുമാനിക്കട്ടെ, നമ്മുടെ അംഗങ്ങളായാലും ഒക്കെ ആരാണ് നയിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണോ അമ്മയെ നയിക്കേണ്ടത്? പിന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീയായിട്ട് മത്സരിക്കുന്നത് കുക്കു പരമേശ്വരനാണ്. കുക്കു പരമേശ്വരൻ 19 കൊല്ലം ഇന്നസെൻ്റ് ഏട്ടൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ്. ആ കാലയളവിൽ സ്ത്രീകൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഇവരാരും സംസാരിക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ല. ആറാട്ടണ്ണൻ്റെ കേസ് ഉണ്ടായപ്പോഴാണ് ഈ കുക്കു തിരുവനന്തപുരത്ത് ഒരു കേസ് കൊടുത്തു എന്ന് പറയുന്നത്. ഈ കുക്കു പരമേശ്വരൻ 2018 അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം ഞങ്ങളെ കുറേ പേരെ, സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ കുറച്ച് പേരെ വിളിച്ചിട്ട്, എന്നെ കുക്കു വിളിച്ചിട്ട് പറഞ്ഞു, WCC അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയേണ്ട, അമ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ വിഷയങ്ങൾ, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാം, അതുകൊണ്ട് നാളെ ഹോളിഡേ ഇന്നിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം, പക്ഷെ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, ഞാൻ വരാം. അപ്പോൾ എനിക്കൊരു സംശയം, കുക്കു ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലല്ലോ, കുക്കു പിന്നെ എങ്ങനെ വിളിക്കും? അപ്പം ഞാൻ നേരെ ബാബുവിനെ വിളിച്ചു. അന്ന് ബാബുവാണ് ജനറൽ സെക്രട്ടറി, ഇടവേള ബാബുവിനെ വിളിച്ചിട്ട്, ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ കുക്കുവിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തതാണ്, കുക്കുവിനെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് നാളെ ഹോളിഡേ ഇന്നിൽ ചെല്ലുമ്പോൾ 12ഓളം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. KP ലളിത ചേച്ചി ഉൾപ്പെടെ, ചേച്ചി മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു, ബീന ആൻ്റണി, തെസ്നി ഖാൻ, പ്രിയങ്ക, ഷംന കാസിം, ലക്ഷ്മി പ്രിയ, ലിസി ജോസ്, ഞാൻ, കുക്കു പരമേശ്വരൻ, അങ്ങനെ അത്രയും പേര് കണ്ടപ്പോൾ ഇതെന്താണ് അമ്മയിൽ ഇത്രയും പെണ്ണുങ്ങളെ ഉള്ള ഒരു വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ? അല്ല, നമ്മൾ പെട്ടെന്ന് കുറച്ച് പേരെ കൂട്ടിയതാണ്, ഇനി ഇത് പിന്നീട് വൈകിട്ടാക്കും എന്ന് പറഞ്ഞ് നമ്മൾ വട്ടം കൂടിയിരുന്ന് എല്ലാവരും കൂടെ ചർച്ചയാണ്. പറയൂ, കുക്കുവാണ് പറയുന്നത്, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറയാനുള്ള എന്തൊക്കെ കംപ്ലൈൻ്റാണ് പറയൂ എന്ന് പറഞ്ഞ് ഈ എല്ലാവരും അവരവരുടെ പരാതികൾ പറയുകയാണ്. പറഞ്ഞ് തിരുമ്പോൾ നമ്മൾ റൗണ്ടായിട്ടാണ് ഇരുന്നത്. നോക്കുമ്പോൾ 2 ക്യാമറ വെച്ച് ഇതുപോലെ റെഡ് ലൈറ്റ് കത്തുന്നത് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു. 2 ക്യാമറ അങ്ങ് ദൂരെ വെച്ച് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുക്കുവിനോടൊപ്പം വെച്ചാൽ എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വേണം, നമുക്ക് വേണം, ഇതൊരു തെളിവായിട്ട് നമുക്ക് വേണം. നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനായിരുന്നു, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീട് താഴെ ഇറങ്ങി വന്നപ്പോൾ പറയുന്നു, അമ്മയിൽ കംപ്ലൈൻറ്റ് സെല്ല് രൂപീകരിച്ചു എന്ന് TV-യിൽ ഫ്ലാഷ് ന്യൂസ് പോകും. അങ്ങനെ കംപ്ലൈൻറ്റ് സെല്ല് രൂപീകരിക്കാനൊന്നുമല്ല ചർച്ച നടന്നത്, നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും എന്താണെന്നാണ് മുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്.
അത് നമ്മൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. ലളിത ചേച്ചിയും മഞ്ജു പിള്ളയും കൊക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലയിൻറ്റ് സെല്ല് രൂപീകരിച്ചു. ഒരു ഫ്ലാഷ് ന്യൂസ് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, എന്താണ് അവർ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുന്നപ്പോൾ ഞാൻ അറിയിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉത്തരവാദിത്തമുള്ള ഭാരവാഹികളെ അറിയിച്ചത്. അവർ വന്ന് അവരുടെ അറിവോടെ എല്ലാം അത് നടന്നതെന്നാണ് പറഞ്ഞത്. പിന്നീട് ആ മെമ്മറി കാർഡ് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, ഇടവേള ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അതിനകത്ത് ഒരു വ്യക്തതയില്ല, ഇതുവരെ ഒരു വ്യക്തതയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ അമ്മയുടെ സംഘടനയെ നയിക്കേണ്ടത്? എൻ്റെ സംശയമാണ്. ഇത് അംഗങ്ങൾ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റു പലരും പലതും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബാബുരാജിൻ്റെ മുൻപുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാബുരാജ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ച് ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അമ്മയിൽ 500 മെമ്പർമാർക്ക് അറിയാം സംഘടന മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആരൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. മത്സരിച്ച് ജയിച്ച് തോൽക്കലേ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യാമല്ലോ, നമുക്കതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എല്ലാം കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞ ഞാൻ പറയട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സംഘടന എല്ലാവരും രാജാലേഖം ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു വളരെ ഈ സംഘടനയുടെ ഓഫീസിന് ഷട്ടർ ഇട്ടു, റീത്ത് കൊണ്ടുവച്ചു. ജനങ്ങൾ അമ്മയുടെ അംഗങ്ങളാണെന്ന് പോലും പലർക്കും പറയാൻ നാണക്കേടുണ്ടായ അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ സംഘടന ലാലേട്ടൻ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വളരെ കണ്ണു നിറഞ്ഞാണ് പറഞ്ഞത്. എന്നോടൊപ്പം നിൽക്കാൻ ആരും ഇല്ലായിരുന്നു, ഒരു സഹായത്തിന് പോലും എനിക്ക് അനുകൂലമായിട്ട് എൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനോ പോലും ആരുമില്ല, വലിയ വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെ കിടന്ന സാഹചര്യത്തിൽ ആ സംഘടനയെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീ ബാബുരാജും ചേർത്തല ജയനും കൂടെ നന്നായി കഷ്ടപ്പെട്ടു. അവരൊരു പരിപാടി, കുടുംബസംഗമം പോലൊരു പരിപാടി വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ ഈ അംഗങ്ങളെ എല്ലാവരും അറിയിച്ചിട്ട് തന്നെയാണ്. ഈ ആരോപിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് സഹകരിച്ചവരാണ്. കൈ നിറയെ ആ പരിപാടിക്ക് സമ്മാനവും മേടിച്ചുകൊണ്ട് പോയതാ. എന്തുകൊണ്ട് പറഞ്ഞില്ല, ആരോപണം ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പരിപാടിയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളല്ല ചെയ്യേണ്ടത്, ഞങ്ങളാരും സഹകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അവിടെ. അത് പിന്നെന്താന്ന് വരുന്നിടത്ത് വെച്ചാൽ എന്തെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തത്. ആ പരിപാടി നല്ല വിജയമായിട്ട് ചെയ്തു. സംഘടനയ്ക്കൊരു പുനർജീവൻ ഉണ്ടായിട്ട് നല്ലൊരു എമൗണ്ട് നമ്മൾ സംഘടനയ്ക്ക് ഉണ്ടാക്കി തന്നു. അതിൽ നിന്നുണ്ടായത് ഏറ്റവും നല്ലൊരു കാര്യമാണ് സഞ്ജീവനി പോലൊരു പദ്ധതി ഉണ്ടായത്. 10,000 രൂപ വീതം 58 മെമ്പേഴ്സിനാണ് മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഈ പരിപാടിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ജനറൽ ബോഡി നടത്തി. ജനറൽ ബോഡിയിലും എല്ലാവരും സഹകരിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, മത്സരിക്കട്ടെ. ഇത് ബാബുരാജിനെതിരുള്ളവർ ബാബുരാജിന് വോട്ട് ചെയ്യാതിരുന്നാൽ പോരെ. എന്തിനാണ് ഈ ചാനലിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ സംഘടനയ്ക്കാണ് ഇതൊക്കെ മോശം വരുന്നത്. വ്യക്തികളെ പറയുമ്പോൾ സംഘടനയ്ക്കാണ് ഇത് മോശം വരുന്നത്. സംഘടന നിലനിൽക്കണം. ഈ സംഘടന ഒരുപാട് പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് ഗുണം ചെയ്യുന്ന സംഘടനയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ കൂട്ടാൻ പോകുന്നു. പുതിയ ഭരണസമിതി വരുമ്പോൾ പെൻഷൻ കിട്ടുന്നവർ അത് മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട്, വർക്കില്ലാതെ ഇരിക്കുന്നവരുണ്ട്. വർഷത്തിൽ ഒരു തൊഴിൽ അവകാശമായിട്ട് മാറ്റത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പുതിയ ഭരണസമിതി വന്നാൽ ചെയ്യാനായിട്ട്. നല്ല നല്ല കാര്യങ്ങൾ ബാബുരാജ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ. ഞാൻ പറഞ്ഞിരുന്നില്ല, ബാബുരാജ് പറഞ്ഞിരുന്നു. ഞാൻ ആരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം നമ്മൾ പെൺകൂട്ടായ്മ ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു ബാബുരാജിന് വേണ്ടിയിട്ടുണ്ടാക്കിയ അല്ല. ബാബുരാജ് അറിയുന്നത് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്. ബാബുരാജ് സന്തോഷം, പെണ്ണുങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കണ്ട എന്ന്. കൂട്ടായ്മയെ പോലും പേടിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഈ പെൺകൂട്ടായ്മയെ പോലും ഭയക്കുന്നു. അതിനകത്തുനിന്ന് ചർച്ചകൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിനെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അതിനകത്ത് നിന്ന് കുറേ പേര് 2-3 പേര് കുത്തിത്തിരിപ്പുണ്ടാക്കി പുറത്തു പോയി. അപ്പോൾ ഇതൊന്നും ശരിയല്ല. ബാബുരാജ് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ആരാണെങ്കിലും മത്സരിക്കട്ടെ. നമുക്ക് 500 പേർക്ക് അറിയാമല്ലോ ആരാണ് ഭരണസമിതിയിൽ. ഞാൻ പറഞ്ഞ സ്വപ്ന പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്. പെൻഷൻ കൂട്ടുന്നത് കൂടാതെ സ്വപ്ന പദ്ധതിയാണ് സിനിമാ ഗ്രാമം. അത് ലാലേട്ടൻ്റെ സ്വപ്നമാണ്. ഒരു കൺവെൻഷൻ സെൻറ്റർ, സ്ഥിരമായിട്ട് അമ്മയ്ക്കൊരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ സെൻറ്റർ. അതുകൂടാതെ തന്നെ വീടില്ലാത്തവർക്ക് ഒരുമിച്ച് അവസാന കാലത്ത് താമസിക്കാൻ ഒരു സിനിമാ ഗ്രാമം.
ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭരണസമിതി വരണ്ടേ. ഞാൻ നേരത്തെ ആരും സ്ത്രീകൾ വരണ്ടെന്നൊന്നും പറയുന്നില്ല. സ്ത്രീകൾ വരുമ്പോൾ അതിന് അർഹതപ്പെട്ടവർ വരണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, അവരെ ഒരുമിച്ച് കൊണ്ടുപോ അവരെന്തായാലും ഭാരവാഹിത്വത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരും കൂടെ ആയിരിക്കേണ്ടേ വരേണ്ടത്. അവരില്ലാതെ അവരെ മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് ഈ സംഘടന കാശുണ്ടാക്കുന്നതും ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതും എല്ലാം ലാലേട്ടനെയും മമ്മൂട്ടിയും മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പം മത്സരം പറഞ്ഞിരിക്കുന്നത്. ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പം അവസാനം വരുന്നത്. ശ്വേതാ മേനോന്റെ മത്സരത്തെ എങ്ങനെയാണ്? ഞാനതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു. ശ്വേതാ മേനോനെ മത്സരിക്കുന്നതിനോ നയിക്കുന്നതിനോ ഒന്നുമല്ല. നയിക്കേണ്ട ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരായിരിക്കണം. ശ്വേതാ മേനോൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ട് സംസാരിച്ച കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല ഈ സംഘടനയെ നയിക്കേണ്ടത്. സ്ത്രീകൾ വരണം. ആ സ്ത്രീകൾ മാത്രമാണ് നയിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മത്സരം വെക്കാമായിരുന്നു. ഞാൻ അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് എടുത്താൽ മതി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.